മഹദിയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ ആരാണ്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോറ്റുമ്മയാണ്. അബൂ ത്വാലിബിന്റെ ഭാര്യയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ 6-ാമത്തെ വയസ്സിൽ വേർപിരിഞ്ഞ സമയത്ത് അവിടുത്തെ പരിപാലനം അബൂ ത്വാലിബിന്റെ കയ്യിലേക്ക് വന്നപ്പോ അബൂ ത്വാലിബിന്റെ ഭാര്യയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ എന്ന മഹദിയാണ് ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുളിപ്പിച്ചതും ഭക്ഷണം നൽകിയതും അതേ അവിടത്തേക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുത്തതും ആ മഹദിയായ പോറ്റുമ്മയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോറ്റുമ്മയോട് പറയുകയാണ്, റഹിമകില്ലാഹു യാ ഉമ്മീ, എന്റെ ഉമ്മ, അല്ലാഹു തആല നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. കുൻതി ഉമ്മീ ബഅദ ഉമ്മീ, നിങ്ങൾ എന്റെ ഉമ്മാക്ക് ശേഷമുള്ള ഉമ്മയാണ്. ആ ഉമ്മയെന്ന് പറഞ്ഞാ പോരാ, തജൂഈന വതുശ്ബിഈനി, നിങ്ങൾ വിശന്നിട്ട് നിങ്ങളെ വയറൊട്ടിയ സമയത്തും ഞാൻ ചെറിയ കുഞ്ഞായ സമയത്ത് വിശപ്പെന്തെന്നറിയാതെ എനിക്ക് വയറ് നിറച്ച് നൽകിയ ഉമ്മയാണ് നിങ്ങൾ. വതഅറീന വതക്സൂനനി, നിങ്ങൾ പഴയ വസ്ത്രം ധരിച്ചപ്പോഴും എനിക്ക് പുതിയ വസ്ത്രം ധരിപ്പിച്ചു തന്ന ഉമ്മയാണ്. വതംനഈന നഫ്സകി ത്വയ്യിബത് ത്വആമി വതുത്ഈമിനി, അതാ എനിക്ക് വിശക്കാത്ത രീതിയിൽ നല്ല നല്ല ഭക്ഷണങ്ങൾ കിട്ടിയ സമയത്ത് എനിക്ക് വേണ്ടി നിങ്ങൾ കഴിക്കാതെ പോറ്റുമകനായ എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് നിങ്ങൾ. തുരീദീന ബിദാലിക വജ്ഹല്ലാഹി വദ്ദാറൽ ആഖിറ. ഇമാം ത്വബറാനി ഉദ്ധരിക്കുകയാണ്, അല്ലയോ ഉമ്മ, എല്ലാം നിങ്ങൾ അല്ലാഹുവിന്റെ വജ്ഹിലായി ചെയ്തതാണ്, ആഖിറത്തിന് വേണ്ടി ചെയ്തതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോറ്റുമ്മയായ ഉമ്മയുടെ മയ്യത്തിന്റെ ചാരേ ഇരുന്നിട്ട് ദുആ ചെയ്യുകയാണ്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മാനോടുള്ള വല്ലാത്ത സ്നേഹം കൊണ്ട് ചെയ്തത് കണ്ടില്ലേ? ഖബർ കുഴിക്കുമ്പോ ആ ഖബർ കുഴിക്കുന്ന തൊഴിലാളികളോടൊന്നിച്ച് തങ്ങൾ പങ്കുചേരുന്നു, മണ്ണെടുത്ത് മാറ്റാൻ സഹായിക്കുന്നു. ആ ഖബറങ്ങ് കുഴിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ആ ഖബറിലേക്ക് അങ്ങിറങ്ങിയിട്ട് അതാ ദുആ ചെയ്യുകയാണ്. ലോകത്ത് ഏറ്റവും വലിയ പുണ്യമേറിയ ശറഫാക്കപ്പെട്ട ശരീരം തന്റെ പോറ്റുമ്മയുടെ ഖബറിനകത്തേക്ക് ഇറക്കിയിട്ട് ഹബീബായ തങ്ങൾ പറയുന്നു, അല്ലാഹുല്ലദീ യുഹ്യീ വയുമീത്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അല്ലാഹയാണ്. വഹുവ ഹയ്യുൻ ലാ യമൂത്ത്, എന്നാൽ ആ അല്ലാഹുവിനൊരിക്കലും മരണമില്ല. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുടിച്ചു വെച്ച ഖബറിൽ കിടന്നിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മഗ്ഫിർ ലി ഉമ്മീ ഫാത്തിമത ബിൻതി അസദ്, അല്ലാഹുവേ എന്റെ പോറ്റുമ്മയായ ഉമ്മയായ ഫാത്തിമ എന്നവർക്ക് മഗ്ഫിറത്ത് നൽകണേ. വലഖിൻഹാ ഹുജ്ജതഹാ, മലക്കുകൾ വന്നിട്ട് ചോദ്യം ചെയ്യുമല്ലോ റബ്ബേ, ആ സമയത്ത് എന്റെ ഉമ്മാക്ക് മറുപടി നൽകണേ. വവസ്സിഅ അലൈഹാ മദ്ഖലഹാ, അതേ ഖബറിലേക്ക് ഒന്നാമത്തെ കവാടമാണ് ഖബർ. ആ ഖബറിലേക്ക് എന്റെ ഉമ്മ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ ഉമ്മാന്റെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഇത്ര ഗൗരവമാണ് ഖബർ എന്നാണ് തങ്ങൾ ഇതിലൂടെ നമ്മെ